ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം ഒന്നാകെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA സംസാരിക്കും. മരണത്തിലേക്ക് തള്ളിവിടുന്ന സാധ്യത നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഗവൺമെന്റ് വേണ്ട രീതിയിൽ ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയോ? സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ നിന്നും അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തലയോലപ്പറമ്പ് കീഴൂരിലെ വീട്ടിലേക്കാണ് മൃതദേഹം എത്തിക്കുക. അവിടെ മൃതദേഹം നാളെ സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന മകൾ നവമിയെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. മകനും മറ്റ് ബന്ധുക്കളുമൊക്കെയും ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാവിലെ മുതൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലും പരിസരത്തും നടക്കുകയാണ്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വന്നപ്പോഴും പ്രതിഷേധങ്ങൾ ഉയർന്നത്. ഇപ്പോഴും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിക്ക് സമീപം വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും യൂത്ത് ലീഗിൻ്റെ അടക്കം പ്രവർത്തകർ ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പോയപ്പോൾ യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും കരിങ്കൊടി കാണിക്കുകയും SDPI പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോട്ടയത്തെ പരിപാടി കഴിഞ്ഞ് മടങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇന്ന് രാവിലെ 10:45 കൂടിയാണ് ഈ അപകട വാർത്ത പുറത്തറിയുന്നത്. മെഡിക്കൽ കോളേജുകളിലെ ഒരു ഭാഗത്തെ കെട്ടിടം തകർന്നു വീണു എന്നുള്ള വിവരമായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പിന്നീട് മന്ത്രിമാർ സംഭവസ്ഥലത്ത് എത്തിച്ച് നടത്തിയ അവരുടെ പ്രതികരണങ്ങളാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഈ അപകടത്തിലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ 2 പേർക്ക് നിസ്സാര പരിക്ക് മാത്രമാണ് പറ്റിയിട്ടുള്ളതെന്നുള്ള കാര്യമായിരുന്നു മന്ത്രി VN വാസവനും പ്രതികരിച്ചത്. ഇതാണ് വലിയ പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചത്. അതിനുശേഷം പിന്നീട് ഈ ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നു. അപ്പോഴും മറ്റാരും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പില്ല എന്നുള്ള നിലപാടിലായിരുന്നു അധികൃതർ. അതിനുശേഷം മാത്രമാണ് വ്യാപകമായി കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് പരിശോധന നടത്താൻ തയ്യാറായത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണം സംഭവിച്ചു. നേരത്തെ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പങ്കുവെക്കാനും കഴിയും. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗാണ് ആദ്യം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രതിഷേധിച്ചത്. സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പിന്നീട് ഈ വിവാദ പരാമർശങ്ങളിൽ തിരുത്തലുമായി മന്ത്രിമാർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിൽ വാർത്താ സമ്മേളനവും വിളിച്ചു. ആരോഗ്യമന്ത്രിയും അതോടൊപ്പം മന്ത്രി VN വാസവനും പറഞ്ഞത് പ്രാഥമികമായി ആശുപത്രിയിൽ അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് തങ്ങൾ പങ്കുവച്ചത്. ഇത്തരത്തിൽ കെട്ടിടം അടച്ചിട്ടിരിക്കുകയായിരുന്നു, പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച വിവരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ആദ്യഘട്ടത്തിൽ അത്തരമൊരു പ്രതികരണം നടത്തിയത്. ഈ കെട്ടിടത്തിന് 2013 മുതൽ കാലപ്പഴക്കമുണ്ടായിരുന്നുവെന്നും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ് അനുമതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാർ വിശദീകരണമായി നൽകുകയുണ്ടായി. അതേസമയം തന്നെ ഈ വിശദീകരണം കേവലം രക്ഷപ്പെടൽ മാത്രമാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിരിക്കുകയാണ്. ബിന്ദുവിന്റെ നാളെയാണ് സംസ്കാരം നടക്കുന്നത്. നേരത്തെ തന്നെ വലിയ രീതിയിൽ ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ ഒരാൾക്ക് ജീവൻ കൂടി നഷ്ടമായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ തുടക്കത്തിലെ തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ മന്ത്രി നടത്തിയ പ്രസ്താവന രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു, ഇല്ലെങ്കിൽ അതിന് തടസ്സമായി എന്നുള്ള തരത്തിൽ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളില്ല എന്ന നിഗമനത്തിലാണ് 2 മണിക്കൂർ വൈകി തെരച്ചിൽ ആരംഭിച്ചത്. അതിനുശേഷമാണ് ബിന്ദുവിന്റെ മൃതദേഹം ലഭിച്ചത്. ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി.